നമസ്കാരം. ഭരിച്ച് ഭരിച്ച് ഓരോ ദിവസവും ഓരോരോ മാറ്റങ്ങൾ പരീക്ഷിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ്. അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല. അമേരിക്കയുടെ തലപ്പത്ത് കയറിയിരുന്ന അമേരിക്കൻ ജനതയെ കൊന്നു കൊലവിളിക്കുന്ന അമേരിക്കൻ ചെകുത്താൻ ഡൊണാൾഡ് ട്രംപ്. കുടിയേറ്റക്കാരെ പുറത്താക്കുകയും ഇന്ത്യക്കും മേൽ കുതിര കയറുകയുമാണ് ട്രംപിന്റെ മെയിൻ പരിപാടി. ഇന്ത്യയെ തന്റെ വരച്ച വരയിൽ നിർത്താൻ ട്രംപ് പഠിച്ച പണി 18 നോക്കി. പക്ഷേ ട്രംപിന്റെ ഒരു നമ്പരും ഇന്ത്യക്ക് മുന്നിൽ വിലപ്പോയില്ല എന്നതാണ് വാസ്തവം. വിസയ്ക്ക് പോലും ഇന്ത്യക്ക് മേൽ പണിയാൻ തുടങ്ങി. പക്ഷെ അപ്പോഴും ഇന്ത്യ അടിയറവ് പറയാൻ തയ്യാറായില്ല. കാരണം നട്ടലുള്ള മോദിയാണ് ഇന്ത്യയെ നയിക്കുന്നത്. ഇന്ത്യയെ മുട്ടുകുത്തിക്കാനായി ട്രംപിന് ഒരിക്കലും ആവില്ല. അല്ലെങ്കിൽ അതിനുള്ള പാങ്ങ് അമേരിക്കയ്ക്ക് അല്ലെങ്കിൽ ട്രംപിന് ഇല്ല. ഇപ്പോ അതാ മുൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ ഓട്ടോ പെൻ ഉപയോഗിച്ച് ഒപ്പുവെച്ച എല്ലാ രേഖകളും അസാധുവാണ് എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ബൈഡൻ ഒപ്പിട്ട എക്സിക്യൂട്ടീവ് ഓർഡറുകളും ഉത്തരവുകളും മറ്റ് രേഖകളുമാണ് താൻ റദ്ദാക്കിയതെന്നാണ് ട്രംപ് സമൂഹ മാധ്യമങ്ങളിലൂടെ അറിയിച്ചിരിക്കുന്നത്. ബൈഡൻ ഒപ്പിട്ട രേഖകളുടെ ഏകദേശം 92% ഓട്ടോ പെൻ ഉപയോഗിച്ച് ഒപ്പിട്ടുള്ളതാണ് എന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത്. അധികാരത്തിലിരിക്കുമ്പോൾ ഭരിക്കാൻ കഴിയാത്തത്ര മറവി രോഗമായിരുന്നു ബൈഡൻ എന്നാണ് ട്രംപിന്റെ പുതിയ ആരോപണം. ബൈഡന്റെ ഈ ഉത്തരവുകൾക്ക് അതിന് ഇനി യാതൊരു നിയമസാധുതയോ പ്രാബല്യമോ ഉണ്ടായിരിക്കില്ല എന്നാണ് ട്രംപ് സമൂഹ മാധ്യമങ്ങളിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം മുൻഗാമിയുടെ ഉത്തരവുകൾ റദ്ദാക്കിയ നടപടി നിയമപരമായി നിലനിൽക്കുമോ എന്ന കാര്യം അനിശ്ചിതത്വത്തിലാണ്. അതേസമയം ബൈഡന്റെ ഈ പ്രവൃത്തി നിയമവിരുദ്ധമാണെന്നും പറയുന്നു. ഒരു വ്യക്തിയുടെ ഒപ്പ് ആധികാരികമായി പകർത്താൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഓട്ടോ പെൻ, അതായത് സൈനിങ് മെഷീൻ. പ്രസിഡന്റുമാർ ഇത് ഉപയോഗിക്കുന്നത് സാധാരണ പതിവാണ്. വൈറ്റ് ഹൗസിലെ സമീപം നാഷണൽ ഗാർഡുകൾക്ക് നേരെയുണ്ടായ വെടിവയ്പ്പിന്റെ പശ്ചാത്തലത്തിലാണ് ബൈഡന്റെ കാലത്തെ കുടിയേറ്റ നയങ്ങളാണ് അമേരിക്കയിലെ സമൂഹ അന്തരീക്ഷം വഷളാക്കുന്നത് എന്ന് ട്രംപ് ആരോപിച്ചിരുന്നു. മുൻ പ്രസിഡന്റുമാർ പലതരം ഓട്ടോ പെൻ സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് എങ്കിലും ബൈഡന്റെ ഇത് ഉപയോഗിച്ചത് മാനസികമായി കഴിവില്ലാത്തത് കൊണ്ടാണെന്നാണ് വൈറ്റ് ഹൗസിന്റെ നിയന്ത്രണം അദ്ദേഹത്തിനല്ലായിരുന്നു എന്നൊക്കെ തെളിയിക്കുകയാണ് ട്രംപ്. തന്റെ ഭരണത്തിന്റെ അവസാന ദിനങ്ങളിൽ ട്രംപിന്റെ കാലത്ത് കുറ്റാരോപിതരായ ആളുകൾ ബൈഡൻ മാപ്പ് നൽകിയിരുന്നു. സ്വന്തം മകൻ, ട്രംപിനെതിരെ അന്വേഷണം നടത്തിയ നിയമനിർമ്മാതാക്കൾ, ട്രംപിനെ വിമർശിച്ച ഒരു സൈനിക ജനറൽ, രാജ്യത്തെ ഉന്നത കോവിഡ് വിദഗ്ധർ എന്നിവരെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. ഇതടക്കമാണ് ട്രംപ് ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത്. ഈ ഉത്തരവുകൾ റദ്ദാക്കുന്ന ട്രംപിന്റെ പല നടപടികളും പലപ്പോഴും പരസ്പര വിരുദ്ധമായതാണ് എന്നാണ് പലപ്പോഴും കാണാൻ ശ്രമിച്ചിട്ടുള്ളത്. അതായത് ജനങ്ങളെ എങ്ങനെ ദ്രോഹിക്കാം എന്നുള്ള നയങ്ങൾ മാത്രമേ ട്രംപ് അമേരിക്കൻ ഭരണത്തിൽ വന്നതിന് ശേഷം എടുത്തിട്ടുള്ളൂ. എന്നിട്ടാണ് ഈ ബൈഡന്റെ ഉത്തരവുകൾ ഇപ്പോൾ റദ്ദാക്കുന്നത്.